എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൂവാഴപ്പുട്ടാണ്. പേര് കേട്ടാൽ പുട്ടാണെന്ന് തോന്നും, പക്ഷേ ഇത് ഒരു മധുരമുള്ള നാടൻ അടയാണ്. പൂവാഴപ്പുട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പൂവാഴപ്പുട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് നെയ്യ് ചൂടായി വരുമ്പോൾ 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ റവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്താണ് ഈ റവ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഈ റവയുടെ കളർ ചേഞ്ച് ആവാതെ തന്നെ വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. റവ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ പലഹാരത്തിന് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഈ ശർക്കരയിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കണം. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2 ചെറുപഴം ഉടച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എടുക്കുന്ന ചെറുപഴം ചെറുതാണെങ്കിൽ 3 വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏത്തപ്പഴം ഒഴിച്ച് ഏത് പഴം വേണമെങ്കിലും ഈ റെസിപ്പിക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിനൊരു പ്രത്യേക ഫ്ലേവർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് 3 ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇവയെല്ലാം കൂടി കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചേർത്ത് കൊടുത്തിട്ടുള്ള ശർക്കരയുടെ മധുരം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കേണ്ടത്. പൂവാഴപ്പുട്ടിനുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തയ്യാറാക്കി തുടങ്ങാം. ഒരു വാഴയില എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള മാവ് ഇതുപോലെ ഉരുളകളായി ഉരുട്ടിയെടുക്കണം. എടുത്തിട്ടുള്ള മാവ് വാഴയിലയുടെ നടുഭാഗത്തേക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് കനം കുറച്ചൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ 2ആയിട്ട് വാഴയിലയൊന്ന് മടക്കിയെടുക്കണം. ഒരു പൂവാഴപ്പുട്ട് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളവയും നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഇഡ്ഡലി പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുത്ത് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള പൂവാഴപ്പുട്ട് വെച്ച് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൂവാഴപ്പുട്ട് തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.